ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വലിയൊരു മോഷണം നടത്താൻ പോവുകയാണ്. ശരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ അച്ചുണ്ട്, അമ്മുണ്ട്, പിന്നെ ആര്യക്കുട്ടിയുണ്ട്. നമ്മളത് ഈ കാണുന്ന തേനീച്ച കൂട്ടിൽ നിന്ന് അവരുടെ തേനെല്ലാം നമ്മൾ നൈസായിട്ട് അടിച്ചു മാറ്റാൻ പോവുകയാണ്. ഇതിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ് ഇട്ടെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് വെറും തെണ്ടിത്തനമാണ്. പാവങ്ങൾ മഴക്കാലത്ത് കുടിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടുന്ന സാധനമാണ് നമ്മൾ ഈ ആക്രാന്തം മൂത്തിട്ട് അടിച്ചു മാറ്റുന്നത്. കാണിച്ചത് തെണ്ടിത്തനമാണെങ്കിലും കൂട് തുറന്നപ്പോഴത്തേക്ക് മുട്ടയും തേനും കൊണ്ട് സമ്പന്നമായ ഒരു കൂട്. ഇതിലുള്ള പ്രധാന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തേനീച്ചയുടെ റാണിയെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ തേനെടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഇപ്പോൾ ടവളങ്ങ് പടാവാൻ ചാൻസ് ഉണ്ട്. റാണി പടമായി കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടിൽ മുട്ടയിടാൻ ആളില്ലാതാവും. അങ്ങനെ ഈ കോളനി മൊത്തം ഫ്ലോപ്പ് ആവും. ആദ്യമായിട്ട് തേനീച്ച കൂടിന്റെ ഉൾവശം നേരിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ഇത് കണ്ട് കിളിയും പറഞ്ഞിരിക്കുകയാണ്. കുറെ നേരം നോക്കിയിട്ട് റാണിയെ കാണാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നൈസായിട്ട് സൈഡിലുള്ള തേനൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ തേനീച്ചക്കൂടൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും വൃത്തിയുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. ആ കൂട് വലിയ ഡാമേജ് ഇല്ലാതെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോകും. അല്ലെങ്കിൽ പിന്നെ ഫംഗസ് അതും ഇതൊക്കെ കയറിയിട്ട് കൂട് മൊത്തം ഡാമേജ് ആവേണ്ട ചാൻസ് കൂടുതലാണ്. നമ്മുടെ കൂട്ടിലുള്ള റാണിയെ ഇതുവരെ കണ്ടു കിട്ടാത്തതുകൊണ്ട് തന്നെ കൂട്ടിലുള്ള ബാക്കി തേനെടുക്കുന്ന കാര്യം നമുക്ക് കട്ട ടാസ്ക്കാണ്. കൂട്ടിലെ മുട്ടയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു പച്ച ഈർക്കിലെടുക്കുന്നത് വളരെ നന്നായിരിക്കും. മുട്ടയ്ക്ക് വലിയ രീതിയിൽ ഡാമേജ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. ഈ മൂലയിൽ റാണി വരാൻ ചാൻസ് കുറവായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ ഒരു തേനും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ കൂടൊക്കെ സെറ്റായിട്ട് ഏതാണ്ട് 3 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഈ കൂട്ടിലൊരു നന്നായിട്ട് തേൻ വെച്ചിട്ടുണ്ട് ഈച്ചകൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുഞ്ഞുമറിയ തേൻ പിടിക്കുന്നത്. അവളുടെ ആ എക്സ്പ്രഷൻ കണ്ടറിയാൻ സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടിയത് 2 തുള്ളിയാണെങ്കിലും പൊളി സാധനം. ആഹാ, ഇങ്ങനെയായിരിക്കും അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം തേൻ എടുക്കുമ്പോഴും മുട്ടയും തേനും ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻ എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൂടിന് അന്ന് 2 ലെയറായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഈച്ചകൾക്ക് അപ്പുറം ഇപ്പുറം പോകാനായിട്ട് ഈ ലെയർ തിരിക്കാൻ വെച്ച ഷീറ്റിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ലെയറിൽ ഒരു കുഞ്ഞു തേനടയും വെച്ച് കൂട് ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട്. ചെറുതേനീച്ചകൾ എപ്പോഴും എൻട്രൻസിന്റെ തൊട്ടടുത്തായിരിക്കും മുട്ടകൾ ഇടാറ്. അതുകൊണ്ട് തന്നെ താഴത്തെ ലെയറിൽ മുട്ടയും അതിന് വേണ്ട കുറച്ച് തേനും, മുകളിലത്തെ ലെയറിൽ നമ്മൾ തേനട വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ബാക്കി തേനും വെക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം തേൻ എടുക്കുമ്പോൾ റാണിക്ക് ഡാമേജ് പറ്റാതെ മുഴുവനായും തേൻ എടുക്കാൻ പറ്റും. നമ്മൾ തേൻ എടുത്തതുകൊണ്ട് തന്നെ ഉടനെ ഈ കൂടിൽ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറാതിരിക്കാൻ നമ്മൾ ടാപ്പും ചുറ്റി എടുത്തിട്ടുണ്ട്. കൂടിരുന്ന അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ തിരിച്ച് കൂടും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് തേനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ ഒരു കുട്ടി കൂടി എല്ലാവരും വീട്ടിലൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ചെറുതേനിന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയും ഉണ്ട്. വെറുതെ കയ്യിലിരിക്കുന്ന പൈസയും കൊണ്ടുകൊടുത്ത പഞ്ചാര ഇലക്കി വെള്ളം വാങ്ങണേക്കാളും നല്ലതായിരിക്കും ഇങ്ങനെ കുറച്ചെടുക്കുന്നത്. പിന്നെ ചെറുതേനിന് ഒരുവിധ ഔഷധ ഗുണമുള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി വയമ്പ് ചെറുതേനിൽ മുക്കിയിട്ട് നാക്കിൽ വെച്ച് കൊടുക്കാറുണ്ട്. ടേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഹെവി ആയിട്ട് തേൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ചെറിയൊരു സപ്പോർട്ട് കൂടെ ചെയ്തേക്കണം കേട്ടോ.